ക്രിക്കറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ കായിക വാർത്ത കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നമുക്ക് പാകിസ്ഥാനും ന്യൂസിലൻഡായിട്ടുള്ള മത്സരം മഴ പോലെ മുടങ്ങിപ്പോയി. അതിനെക്കുറിച്ചുള്ള വിശകലനമായിട്ടുള്ള വീഡിയോ ആണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായി വീഡിയോ കാണുക. ആശങ്ക ഉണ്ടെങ്കിലും ആരാധകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമാണ് ന്യൂസിലാൻഡ് പാകിസ്ഥാൻ സൂപ്പർ ഹിറ്റ് മത്സരം. മഴ വില്ലനായി എത്തി കളി മുടങ്ങി. പാകിസ്ഥാൻ ടോസ് കിട്ടി സൽമാൻ അലി ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ടോസ് സമയത്താണ് മഴ എത്തിയത് വില്ലനായിട്ട്. മാറ്റം ഉണ്ടായിരുന്നു. യുവതാരം ഹോയ്സിക്ക് പകരം ഫക്ർ സൽമാനെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇട്ടപ്പോൾ തന്നെ മഴയെത്തി. രാത്രി 10 മണി കഴിഞ്ഞ് 5 ഓവർ മത്സരങ്ങളിൽ നടത്താൻ അമ്പയർമാർ കാത്തിരുന്നെങ്കിൽ അമ്പയർമാർ കാത്തിരുന്നെങ്കിലും മഴ തോരാത്തതിനാൽ ഒരു പന്ത് പോലും എറിയാതെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസിലൻഡും പാകിസ്ഥാനും മത്സരം ഒരു പന്ത് പോലും എറിയാത്ത പോയിന്റ് നില പങ്കിടുമായിരുന്നു, ഓരോ പോയിന്റ് വീതം. ഇപ്പോൾ നിലവിലെ കളിയുടെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ പോയിന്റ് നില പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ആദ്യ മത്സരം തന്നെ മഴയെടുത്തത് അല്പം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെ. മത്സരത്തിൽ റിസർവ് ഇല്ലാത്തവരണം ഈ മത്സരം വീണ്ടും നടത്തില്ല. 2 ഇംഗ്ലണ്ടിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ മികച്ച റൺറേറ്റിൽ പാകിസ്ഥാനും ജയിക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പോലും പാകിസ്ഥാൻ തോറ്റാൽ പാകിസ്ഥാൻ്റെ സെമീനെ അത് ബാധിക്കും. മറ്റ് ടീമുകളുടെ വിജയ പരാജയങ്ങളെ ആശ്രയിച്ചിരിക്കും. നെറ്റ് റൺറേറ്റിനെയും ബാധിക്കും. ഇരിക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനും മാച്ച് റൺറേറ്റ് ജയിക്കേണ്ട ആവശ്യം കൂടിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന മത്സരങ്ങൾ ഈ ടീമുകളൊക്കെ ആയാണ്. ഇംഗ്ലണ്ട്, ശ്രീലങ്ക ടീമുകളായിട്ടാണ് വരാനിരിക്കുന്ന മത്സരങ്ങൾ പാകിസ്ഥാൻ്റെ. ഇനി 27-ാണ് പാകിസ്ഥാൻ്റെ ഇനി അടുത്ത മത്സരങ്ങൾ. നമുക്ക് കാത്തിരിക്കാം പാകിസ്ഥാൻ സെമി എത്താതെ പുറത്താകുന്നതിന് വേണ്ടി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം.